ജഗദീഷ് എന്ന പ്രേക്ഷകന്റെ റോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത്. ഇനി എന്താണ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ? സാറേ, ഈ എല്ലാ സിനിമകളും ആദ്യം തന്നെ കാണുന്നെന്ന് സാർ നേരത്തെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കും അറിയാം. ഏത് സിനിമയും ആദ്യം തന്നെ കാണുന്ന ഒരു സ്വഭാവം സാറിനുണ്ട്. ബാഹുബലി, നമ്മുടെ ഇപ്പോൾ ബ്രഹ്മാണ്ഡ ചിത്രമായി ബാഹുബലി ആദ്യ ഷോ തന്നെ സാറിന് കാണാൻ കഴിഞ്ഞോ? സാർ കണ്ടോ? അതായത് ബാഹുബലി 2 എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ള ഒരു പടമാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സസ്പെൻസും നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ മീഡിയ 1ാം ഭാഗം ഇറങ്ങിയതിന് ശേഷം ഒരു മാസത്തിലൊരിക്കൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു. ഇത് ഒരു തമാശ രൂപേണ പല സ്കിറ്റിലും നമ്മൾ അവതരിപ്പിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ കട്ടപ്പയായിട്ട് ഒരു സ്കിറ്റിൽ അഭിനയിച്ചു. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലെല്ലാം ഇത് അറിയാൻ താല്പര്യമുണ്ട്. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടികളിലെല്ലാം കട്ടപ്പ, ബാഹുബലി എല്ലാം ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ഒരു സാമ്യമൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്ന ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഡേ കാണാനുള്ള തയ്യാറെടുപ്പിൽ, നേരത്തെ അറിയാം ഏപ്രിൽ 28 ബാഹുബലി 2 റിലീസ് ഡേറ്റ്. നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഏപ്രിൽ 28. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏപ്രിൽ 28 ഏതെങ്കിലും ഷൂട്ടിംഗ് വന്നാലും അന്ന് ഒഴിവാകണം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകണം. അങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരുന്നു. ഏപ്രിൽ 28 തിരുവനന്തപുരത്ത് കാണുന്നു. ആ ഒരു മനസ്സിൽ വലിയ ക്രൗഡ്, കാരണം ഒരുപാട് സെൻറ്ററിൽ ഈ ചിത്രം റിലീസ് ചെയ്യാൻ പോവാണെന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞു. അക്ഷര തൃതീയ ദിവസം കൂടിയാണ്. അന്ന് സ്വർണ്ണക്കട മുതലാളിമാർക്ക് മാത്രമല്ല, സിനിമ വ്യവസായത്തിലുള്ള ഈ ബാഹുബലി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അക്ഷര തൃതീയ ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നെയ്ത് കൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ചാനലിലെ ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു ചോദിക്കും, കണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ വിളിച്ചു ചോദിക്കും. അതൊക്കെ മനസ്സിൽ കണ്ടു. അത് ആദ്യത്തെ ഷോ മിക്കവാറും 7 മണിക്കായിരിക്കും തുടങ്ങുക. നമ്മുടെ വിപിൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, SL ഏരീസ് ഫ്ലെക്സിൻ്റെ മാനേജർ. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് 7 മണിയുടെ ഷോ, രാവിലെ 7 മണിക്ക് പോകാൻ ഞാൻ ബില്ലിങ്ങാണ്. 7 മണിക്ക് പല ഷോയും കണ്ടിട്ടുണ്ട് ഞാൻ. രജനി സാറിൻ്റെ കഴിഞ്ഞ പടം കപാലി 7 മണിക്കുള്ള ഷോ ആണ് ഞാൻ കണ്ടത്, രാവിലെ 7 മണിക്ക്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ എന്നെ കളിയാക്കുകയും ചെയ്തു, 7 മണിക്കുള്ള ഷോയോ? അവൾ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണില്ല. ഇത് ഫസ്റ്റ് ഡേ എന്ന് മാത്രമല്ല, വെളുപ്പിന് രാവിലെ. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ചില ദിവസങ്ങളിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, അതായത് നോട്ട് ചെയ്തോളൂ. കാരണം ഞാൻ ബാബുരാജുമായിട്ട് ഒരു ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾ 3 സിനിമ കണ്ടു ഒരു ദിവസം. നൂൺ ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, 3 ഷോ. അപ്പോൾ ബാബുരാജ് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഈ അനുഭവം. ചേട്ടൻ്റെ കൂടെ വന്നുകൊണ്ടാണ് ഇങ്ങനെ 3 പടവും കാണാൻ പറ്റും. എനിക്കങ്ങനെ ഒരു മാനസിക അവസ്ഥയില്ല. 3 പടം കണ്ടു. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ചില ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ വൈഫ് രാവിലെ മെഡിക്കൽ കോളേജിൽ പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ചോറൊക്കെ കെട്ടി ഇറങ്ങുമ്പോൾ ഞാൻ പറയും, എനിക്കും കൂടെ ചോറ് എടുത്തോളൂ. അതെന്താ, അല്പം ചമ്മലോടെങ്കിൽ ഞാൻ പറയും, ഞാനിന്ന് 2 സിനിമ കാണും. അപ്പോൾ ഞാൻ നൂൺ ഷോ കണ്ടതിന് ശേഷം ഈ കെട്ടിത്തരുന്ന വൈഫ് കെട്ടിത്തരുന്ന ചോറ് കാറിനകത്ത് വെച്ച് കഴിച്ച് വെള്ളമൊക്കെ ഉണ്ട്, എന്നിട്ട് അടുത്ത മാറ്റിനി. ശരിയാ, ഈ സാറിലെ പ്രേക്ഷകനെ മനസ്സിലാക്കുന്ന ഇത്തരം സന്ദർഭങ്ങളാണ് അല്ലേ സാറേ? ഞാൻ ചോറ് കെട്ടി കൊണ്ടുപോകും. വൈഫിന് ഭയങ്കര ചിരിയാണ്, പക്ഷെ അത് ആ ചിരിയോടെ തന്നെ എനിക്ക് ചോറെല്ലാം റെഡിയാക്കി തരും. അയ്യോ, സമ്മതിക്കണം. ഫസ്റ്റ് ഡേ നമുക്ക് ഇഷ്ടപ്പെട്ട 2 സിനിമ ഒരു ദിവസം ഇറങ്ങുകയാണ്. ഇത് ഒന്ന് നൂൺ ഷോ, മറ്റേത് മാറ്റിനി കണ്ടേ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. ചോറ് കെട്ടി ഞാൻ കാറിനകത്ത് വെച്ചിരുന്ന് കഴിക്കുന്ന വെച്ചാൽ മാറ്റിനി ആദ്യത്തെ ഷോട്ട് തന്നെ കഴിയണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ആഹാരം കഴിക്കും. ഇതിനിടയ്ക്ക് ഇപ്പോൾ പേപ്പറൊന്നും ഒട്ടിക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ ചെറിയ കാറ എടുത്താണ് ഞാൻ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ നിർത്തിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അതുവഴി മിക്കവാറും കാണാത്ത ഒരു ഏരിയയിലൊക്കെ കൊണ്ടിട്ടിട്ട് ഞാൻ ആഹാരം കഴിക്കും. ചിലപ്പോൾ അതുവഴി പോകാൻ നേരത്തെ ആരെങ്കിലും സാറേ എന്ത് വീട് തൊട്ടടുത്തുണ്ടായിട്ടും വഴിയിരുന്ന് ഭക്ഷണം കഴിക്കും. ആഹാരം കഴിക്കുകയാണ്, വെള്ളം കൂടി അവൾക്ക് ഇല്ല, വെറുതെ എന്തോ പറയാ. അപ്പോൾ അങ്ങനെ കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ബാഹുബലി ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ഞാൻ, ഒരു സംഭവം 28-ാം തീയതി എന്താ നീലേശ്വരത്തൊരു ഫങ്ഷൻ, എനിക്ക് മാനസികമായിട്ട് സന്തോഷമുള്ളൊരു ഫങ്ഷനാണ്, സാമ്പത്തികമായിട്ട് ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു ഫങ്ഷനാണ്. അതാണോ സന്തോഷം? അതും കൂടെ. അപ്പോൾ അത്രയും വലിയൊരു സാമ്പത്തിക ബെനിഫിറ്റിനെ മറികടന്നിട്ട് ഈ ബാഹുബലി കാണുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് നിരക്കാത്ത കാര്യം. അപ്പോൾ അത് എനിക്ക് ഒട്ടും. അപ്പം ഞാൻ എന്തായിരുന്നാലും നിരാശയോടെ തീരുമാനിച്ചു, സാരമില്ല, ബാഹുബലി ഞാൻ 2-ാം ദിവസം കണ്ടോളാം. കാരണം
നീലേശ്വരത്ത് നിന്ന് പിറ്റേ ദിവസം രാവിലെ ഇവിടെ എന്തായിരുന്നാലും മംഗലാപുരം ട്രെയിനിലാണെങ്കിൽ രാവിലെ ഇവിടെ 5 മണിക്ക് എത്തും. അതല്ല മാവേലിയിലാണെങ്കിൽ 7:30 എത്തും. അതല്ല ഇനിയിപ്പോൾ മലബാർ ആണെങ്കിൽ 8:40 എത്തും. ട്രെയിൻ ടൈമിംഗ് ഒക്കെ എനിക്ക് അപ്പോൾ ഇതെല്ലാം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അപ്പോൾ അതിനുശേഷം 8:40 എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയി റെഡിയായിട്ട് വരാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ. അപ്പോൾ എന്തായിരുന്നാലും 10 മണിക്കുള്ള ഒരു ഷോ, രണ്ടാം ദിവസത്തെ ഷോ കാണാം എന്നൊക്കെ തയ്യാറെടുത്തിരിക്കുമ്പോൾ നീലേശ്വരത്താണ് എൻ്റെ ഫംഗ്ഷൻ. നീലേശ്വരം തിയേറ്ററുകളിൽ ഈ ബാഹുബലി ഉണ്ടോ? നെറ്റ് എടുത്തു, ഉടൻ തന്നെ എടുത്തു. നീലേശ്വരം തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ബാഹുബലി റിലീസ്. അപ്പോൾ തിയേറ്റേഴ്സ് നിയർ നീലേശ്വർ അടിച്ചു നോക്കി. കാഞ്ഞങ്ങാട് 6 കിലോമീറ്റേഴ്സ് ഫ്രം നീലേശ്വർ. റിലീസിംഗ് സെൻറ്റർ ഓഫ് ബാഹുബലി ഇൻ കാഞ്ഞങ്ങാട് ഉണ്ട്. ഞാൻ ഉടൻ തന്നെ എന്നെ പ്രോഗ്രാമിൽ വിളിച്ച സ്പോൺസർ വിളിച്ചു പറഞ്ഞു, അതെ നാളെ നമുക്ക് വൈകുന്നേരം അല്ലേ ഉള്ളൂ ഫംഗ്ഷൻ, 5 മണിക്കാണ് ഫംഗ്ഷൻ, നമുക്ക് രാവിലെ ബാഹുബലി കാണാം. പിന്നെന്താ, വേറെ ആരെയും അറിയിക്കരുത്. തിയേറ്ററിലെ ഒരാളെ മറ്റേ അറിയിക്കുക, ടിക്കറ്റ് കൊടുക്കുന്ന അല്ലെ മാനേജറെ മാത്രം അറിയിക്കുക, നമുക്ക് 2 പേർ കൂടെ പോകാം. ഈ സ്പോൺസർ എന്ന് പറയുന്ന ആൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ സമ്മതിച്ചു. പുള്ളി വളരെ സന്തോഷം, ചേട്ടാ നമുക്ക് പോവാം. അങ്ങേരും നല്ലൊരു ജോവിയലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ രാവിലെ നീലേശ്വരത്ത് ട്രെയിനിൽ ചെന്നിറങ്ങുന്നു. 7 മണിക്ക്. ട്രെയിൻ കുറച്ച് ലേറ്റാണ്. 7 മണിക്ക് ഇറങ്ങുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എന്നെ സ്വീകരിക്കാൻ വന്നിരുന്നു. പുള്ളിയായിട്ട് ഞാൻ പോയി റെഡിയായപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര മണിക്കാണ് ഷോ? 10 മണിക്ക്. ഞാൻ പറഞ്ഞു 10 മണിക്ക്, സാരമില്ല, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാം. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അല്ല 10 മണിക്കാണോ ഈ ഷോ? അതിനു മുമ്പ് വേറൊരു ഷോ ഉണ്ട് ചേട്ടാ, അതിനിപ്പം നമുക്ക് നടക്കില്ല, 8 മണിക്കാണ്. ഞാൻ പറഞ്ഞു 8 മണിക്കോ? ഇപ്പോൾ 7:20 ആയുള്ളൂ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് റെഡിയായി, നമുക്ക് പോകാൻ പറ്റുമോ? ചേട്ടാ 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയായി. 10 മിനിറ്റ് കൊണ്ട് ഞാൻ കുളിച്ച് റെഡിയാവുന്നു. 7:30 തിരിക്കുന്നു. ഉടനെ തന്നെ വിളിച്ച് പറയുന്നു, 10 മണിയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കൂ, ജഗദീഷ് ചേട്ടൻ ഇതാ 8 മണിയുടെ ഷോയ്ക്ക് വരുന്നു, ഓടി വരണം. ഞങ്ങൾ കറക്റ്റായിട്ട് 7:55 കാഞ്ഞങ്ങാട് തിയേറ്ററിലെത്തുന്നു. അവിടെ ആൾക്കാർ നല്ല പ്രളയമാണ്, ഒരു നല്ല ഓളമുണ്ട്. 8 മണിക്ക് ഷോ തുടങ്ങുന്നു. ഒന്നും കഴിച്ചിട്ടില്ല. ഇൻ്റർവെല്ലിനാണ് പിന്നെ ഒരു പഫും ഒരു കൂൾ ഡ്രിങ്ക്സും കഴിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആവേശത്തോടെ നല്ല തിയേറ്ററാണ് കേട്ടോ കാഞ്ഞങ്ങാട് തിയേറ്റർ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ, മൾട്ടിപ്ലെക്സാണ്, ഗംഭീര തിയേറ്ററാണ്, നല്ല സൗണ്ട് സിസ്റ്റം. തിരുവനന്തപുരത്ത് കണ്ട അതേ സുഖം, അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുകളിലുള്ള സുഖം ആ പടം കണ്ടപ്പോൾ എനിക്ക് കിട്ടി. അതാണ് ബാഹുബലി 2ൻ്റെ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡേ അങ്ങനെ ആദ്യത്തെ ഷോ, കാഞ്ഞങ്ങാട്ടെ ഷോ കാണാനുള്ള അവസരം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൊച്ചു സന്തോഷങ്ങളാണ്. ദൈവത്തിനോട് നന്ദി പറഞ്ഞു. എൻ്റെ മനസ്സ് അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി അത് ആദ്യത്തെ ദിവസം കാണണമെന്ന്. അത് കൊച്ചുകുട്ടികളുടെയൊക്കെ, എൻ്റെ വൈഫ് പറയുമ്പോൾ അതൊക്കെ കൊച്ചു പിള്ളേരെ പോലെ എന്ന് പറഞ്ഞ് കളിയാക്കാം. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ, എനിക്ക് കൊച്ചു സന്തോഷം കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. വേറെ ചിലർക്ക് നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ ആയിരിക്കും കിട്ടുന്നത്, വേറെ ഒരാൾക്ക് ചിലപ്പോൾ മദ്യം കഴിക്കുമ്പോൾ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ പലർക്കും പല സന്തോഷമാണ്. സാറിപ്പോൾ പല കാര്യങ്ങളിലും കൊച്ചുകുട്ടികളെ പോലെയാണ്. ഞാൻ ഈ കണ്ട ആ ഒരു ത്രില്ലോടുകൂടി ഞാൻ സത്യം പറഞ്ഞാൽ ആൾക്കാർ ഇൻ്റർവെല്ലിന് കുറേ ആൾക്കാരൊക്കെ ഒന്ന്, ചേട്ടാ ഒരു സെൽഫി എടുക്കണം. ഞാൻ എല്ലാവർക്കും സെൽഫി എടുക്കാം, ഷോ കഴിഞ്ഞോട്ടെ. ഷോ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ സന്തോഷമായി. നല്ല ഫിലിം കണ്ടതിൻ്റെ ഒരു രസം, ഹരം, എല്ലാവരുമായിട്ട് നിന്ന് സെൽഫി എടുത്തു. ഉടൻ തന്നെ മടങ്ങി. സാറേ, നമ്മുടെ ഡിക്രൂസ് ഈ ചർച്ചയിൽ വരാത്ത എന്താണെന്നറിയാം സാറേ, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ബാഹുബലി കാണാൻ പോയി ഡിക്രൂസിന് പോലീസിൻ്റെ നടി കിട്ടി സാറേ. അയ്യോ, എന്ത് പറ്റി? നീ അറിഞ്ഞില്ലായിരുന്നു? ഇല്ല. അപ്പോൾ ഡിക്രൂസ് ബാഹുബലി കാണാൻ പോയി. അപ്പോൾ ഒരാളടുത്ത് ടിക്കറ്റിന് വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു, സമയത്തിന് ടിക്കറ്റ് കിട്ടില്ല. ഡിക്രൂസിന് ഇതേപോലെ ഭയങ്കര ക്രൈസാണല്ലോ. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കയറണമെന്ന് വിചാരിച്ചിട്ട് ബ്ലാക്കുകാരോട് ഇടിച്ച് കയറാൻ ഡിക്രൂസ് ശ്രമിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇടിച്ച് കയറാൻ ശ്രമിച്ച് അവിടെ മൊത്തത്തിൽ അടിയായി, പരസ്പരം അങ്ങോട്ട് അടിയായി, മൊത്തത്തിൽ അടിയായി. ബ്ലാക്കിൽ അടിക്കുന്നവരും നാട്ടുകാരും തമ്മിൽ അടിയായി. ഈ അടിക്കിടയ്ക്ക് ഡിക്രൂസിന് അടി മാറിക്കൊണ്ടു. ഡിക്രൂസിന് അടി മാറിക്കൊണ്ടത് ഡിക്രൂസിന് 2 അണപ്പല്ല് 2 തെറിച്ച് ഡിക്രൂസിൻ്റെ കൈ വന്നിങ്ങനെ വീണ്. ഡിക്രൂസ് വളരെ വിഷമത്തോടെ അണപ്പല്ലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പോലീസുകാരൻ വന്ന് ബാക്ക് ഒറ്റടി. ഈ സമയത്ത് ആടാ പോപ്കോണും കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തലക്കടിച്ച് നേരെ പിടിച്ച് അകത്ത് കയറ്റി. അതുകൊണ്ടാണെന്ന് ഈ ചർച്ചയ്ക്ക് വരാത്തത്. അതുകൊണ്ട് ബാഹുബലി ഡിക്രൂസിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ബാഹുബലി 2 കണ്ടപ്പോഴേ ബാഹുബലി 1 കണ്ടതാണോ മെച്ചം, രണ്ടാമത്തെ ആണോ മെച്ചം എന്ന് അങ്ങനെ സാറിന് ഏതാണ്? അങ്ങനെ ഒരു കമ്പാരിസൺ എല്ലാവരും വരുന്നുണ്ട്. ആദ്യം എൻ്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായം ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എൻ്റെ അഭിപ്രായത്തിൽ സർ ബാഹുബലി ഫസ്റ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, കാതരൻ? കഥാഘടന വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബാഹുബലി ഒന്നായിരിക്കും. പക്ഷേ
വിഷ്വൽ ട്രീറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് തന്നെ. ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നതിൻ്റെ ഒന്ന് തന്നെയാണത്. ഫസ്റ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു വാഗ്വാദത്തിന് വേണ്ടി പറയുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പാർട്ട്. അപ്പോൾ സാർ നമ്മളൊന്ന് പറയട്ടെ, അതെന്ന് പറഞ്ഞാൽ ഇപ്പം സാറ് പറഞ്ഞ് സാറ് 2 ഇറങ്ങാൻ കാത്തിക്കുകയാണ്. സാറ് മാത്രമല്ല, ബാഹുബലി 1 കണ്ട ഏതൊരു മനുഷ്യനും, അത് ഏത് ഭാഷക്കാരായാലും 2 ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിക്കുകയാണ്. ഈ കട്ടപ്പ എന്തിനാണ് കൊന്നത്, ഇതൊക്കെ നമുക്ക് അറിയണം. ഇതിന് കാരണം 1 അത്രയും മികച്ചതുകൊണ്ടാണ് നമ്മൾ 2 കാത്തിരുന്നത്. 2 കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിൻ്റെ 3 ഇറങ്ങാൻ കാത്തിക്കുന്നുണ്ടോ? അപ്പൊ 1 അല്ലേ നല്ലത്? അല്ല, 2 അവസാനിക്കുകയാണല്ലോ. ഇനി കഥ എന്ത്? ഇനി കഥയില്ല. 1ന്റെ അവസാനം ഒരു കഥയുണ്ട്, ഒരു തുടർച്ചയുണ്ട്. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു, അതിന്റെ വിവരങ്ങളാണ് 2ാം ഭാഗത്തിൽ വന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ 3ാമത് ഇനി എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ മൊയ്തീന്? ഇല്ല. അപ്പൊ പിന്നെ അപ്പൊ 1 മേച്ചോ 1 കണ്ടപ്പോ നമുക്ക് അറിയണ്ടല്ലോ. ഈ പുള്ളി എന്താണെന്ന് ചോദ്യം ചോദിച്ചിട്ട് പുള്ളിയാണ് ഉത്തരം സാറ് പറയിപ്പിക്കുകയും ചെയ്യും. ഇതാ ഇവിടെ കൊണ്ട് 1ാം ഭാഗത്തിന് ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പൂർണ്ണതയുടെ കുറവുണ്ട്. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത് എന്ന് രാജമൗലി പ്രേക്ഷകരെ 1ാം ഭാഗത്തിൽ അറിയിച്ചില്ല. അറിയിച്ചോ? ഞാൻ ചോദിക്കുന്നത് അറിയിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു കഥ എന്ന് പറയുമ്പോൾ അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴാണ് അതിന് പൂർണ്ണത ഇല്ല എന്ന് പറയുന്നത്. ആ രീതിയിൽ ആദ്യ ഭാഗത്തിന് ഒരു പൂർണ്ണത ഇല്ല. ഒരു സംഭവം ഞാൻ ഉദാഹരണത്തിന്, രാമായണത്തിൽ നമ്മള് ഇപ്പൊ രാവണനെ നിഗ്രഹിക്കുന്നത് പറയാതെ അവതരിപ്പിച്ച് കഴിഞ്ഞിരുന്നാൽ അതിന് പൂർണ്ണത വരുന്നില്ല, അല്ലേ? അപ്പൊ രാവണനെ നിഗ്രഹിക്കുന്നത് അവിടെയാണ് പിന്നെ ശ്രീരാമ പട്ടാഭിഷേകം. അവിടെയല്ലേ പൂർണ്ണത. പകുതി വെച്ചാൽ അത് ആദ്യ ഭാഗമേ ആകുള്ളൂ, അതിനൊരു പൂർണ്ണത വരില്ല. ഇത് ബാഹുബലി 1 എന്ന് പറയുന്നത് ആദ്യ ഭാഗമാണ്. 2ാം ഭാഗത്തില് ഒരു പൂർണ്ണ ചിത്രമാണ്. 1ാം ഭാഗം കണ്ടില്ലെങ്കിലും 2ാം ഭാഗം കണ്ടാൽ കഥ മനസ്സിലാവും. നേരെ മറിച്ച് 2ാം ഭാഗം കാണാതെ 1ാം ഭാഗം കണ്ടാൽ അതിന്റെ കഥ മനസ്സിലാവില്ല. ഇതാ ഞാൻ മുമ്പ് പറഞ്ഞു തന്നെ, ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ സാർ ഉത്തരം പറയിപ്പിക്കുക ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് മികച്ചതെന്ന് നിങ്ങൾ പറയുന്നു? ഒന്ന് മൊയ്തീൻ പറഞ്ഞു, ഇവിടെ മണിക്കുട്ടൻ പറഞ്ഞു. പല കാരണങ്ങളുണ്ട് സാറേ. ഒന്ന്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അതിലുപരി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ കാണാത്ത ഒരു ട്രീറ്റ്മെൻറ്റ്, കഥയുടെ ഗതി, പിന്നെ ആർട്ട്, പിന്നെ ഈ സാങ്കേതികത്വം, ഇപ്പോഴുള്ള ഏറ്റവും മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന ഒരു സിനിമ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും 1നെയാണ് കൂടുതൽ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. 2ാം ഭാഗത്തിലാണ് കഥാഘടനയിൽ കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഉള്ളത് 2ാം ഭാഗത്തിലാണ്. അതിൽ അമ്മ മകൻ ബന്ധമുണ്ട്, ഒരു അച്ഛൻ മകൻ ബന്ധമുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധമുണ്ട്, നാടിനെ വേണ്ടി സേവിക്കുന്ന ഒരു നായകന്റെ കഥയുണ്ട്. അങ്ങനെ 2ാം ഭാഗത്തിൽ ഒരുപാട് ബന്ധങ്ങളുടെ കഥയുണ്ട്. ഇനി ഹ്യൂമറിന്റെ കാര്യം എടുത്തു നോക്കാം. ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ഹ്യൂമറിനെക്കാളും സെക്കൻഡ് ഹാഫിൽ ഈ ക്യാരക്ടറിനെ, പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ ധീരനാക്കി മാറ്റുന്ന ബാഹുബലിയുടെ ആ ഏരിയ ഉണ്ടല്ലോ, നല്ല ഹ്യൂമർ സമ്മതിച്ചല്ലോ. ഫസ്റ്റ് ഹാഫിൽ അത്രയും ഹ്യൂമർ ഉണ്ടായിരുന്നോ? ഇല്ല. 2ാം ഭാഗത്തിൽ കഥാപരമായിട്ട് ട്വിസ്റ്റുകൾ, ഈ ദേവസേനയെ സ്വന്തം മൂത്ത മകന് വേണ്ടിയാണ് എന്നുള്ളത് ഇയാൾ അറിയാതെ പോകുന്നത് നല്ല ട്വിസ്റ്റ് അല്ലേ? കട്ടപ്പയും അറിയുന്നില്ല, ബാഹുബലിയും അറിയുന്നില്ല. ട്വിസ്റ്റ് അല്ലേ? അല്ലേ? അതൊക്കെ നമ്മൾ സമ്മതിച്ചു. തീർച്ചയായിട്ടും നല്ല ഗ്രാഫിക്സ് വർക്കുകൾ, അതുപോലെ തന്നെ കാലഹേൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, അതിനുവേണ്ടി പ്രത്യേകതര ഒരു ഭാഷ, നല്ല സോങ്സുകൾ, പിന്നെ അതിന് പിന്നെ ഏറ്റവും വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയുടെ ക്രൈസ് കൊണ്ട് മാത്രമേ, ഇപ്പോൾ ഒരു പൂർണ്ണതയിൽ പടം എത്തിച്ചിട്ടില്ലാഞ്ഞിട്ട് പോലും സാറ് പറഞ്ഞല്ല, ഈ പടത്തിന് എത്രത്തോളം നോക്കണമെങ്കിൽ ആ കഥാഗതിയും അതിൻ്റെ വിഷ്വൽ ട്രീറ്റും നന്നായിരുന്നു, ഒരുപാട് ജനങ്ങളെ സ്വാധീനിച്ചു. അതിൻ്റെ പേര് തന്നെയാണ് സെക്കൻഡ് എത്രത്തോളം കാത്തിരുന്നത് പോലും.